മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ആശയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള മൗലിക അവകാശങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 18 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിന്റെ ബാക്കി ക്ലാസ് ആണ്. അപ്പൊ ഇന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതായത് രണ്ടാമത്തെ മൗലികാവകാശമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 19 മുതൽ ആർട്ടിക്കിൾ 22 വരെ വരുന്ന ആർട്ടിക്കിൾസുകളാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രൊവൈഡ് ചെയ്തു തരുന്ന ആർട്ടിക്കിൾസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ആർട്ടിക്കിളുകൾ എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നുള്ളതാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 19 പറയുന്നത് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്നുള്ള കാര്യമാണ്. അതായത് ഈ മൗലിക സ്വാതന്ത്ര്യത്തിൽ 6 കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. അതായത് 19A, 19B, 19C, D, E, G എന്ന് പറയുന്ന 6 കാര്യങ്ങളാണ് മൗലിക സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നത്. അതായത് 6 മൗലിക സ്വാതന്ത്ര്യമാണ് ഇന്ത്യയിലുള്ള ഓരോ ജനങ്ങൾക്കും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 19A എന്ന് പറയുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അതായത് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമാണ്. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രസിങ് എന്നുള്ളതാണ്. അതായത് നമുക്ക് സംസാരിക്കാനും അതുപോലെ നമ്മുടെ അഭിപ്രായങ്ങൾ ആരുടെ മുൻപിലും നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് 19A പറയുന്നത്. ഈ 19A തന്നെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പതാക ഉയർത്തുക എന്ന് പറയും. അതായത് ഇൻഡിപെൻഡൻസ് ഡേക്കൊക്കെ പതാക ഉയർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് 19A. അതുപോലെ തന്നെ ഒരു മാധ്യമത്തിന്റെ സ്വാതന്ത്ര്യമായിട്ടുള്ള മാധ്യമ സ്വാതന്ത്ര്യങ്ങൾ പറയുന്നത് 19A. അതുപോലെ വിവരാവകാശത്തെ പറ്റിയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് 19A പറയാം. അതായത് വിവരാവകാശത്തെ പറ്റി ഡയറക്റ്റ് ആയിട്ട് 19A പറയുന്നില്ല. പക്ഷെ ഒരു വ്യക്തിയുടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അറിയാനുള്ള സ്വാതന്ത്ര്യം, എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെയാണ് 19A പറയുന്നത്. അപ്പൊ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വിവരാവകാശത്തിലേക്ക് നിയമത്തിലേക്ക് നയിച്ച ഒരു ആർട്ടിക്കിൾ ഏതാണ് എന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട്, അത് പരോക്ഷമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ആർട്ടിക്കിൾ 19A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശം കിട്ടി. ഇനി അടുത്ത എന്തിലോട്ടാണ് വരുന്നത്? 19B വരുന്നത്. അപ്പോൾ 19B എന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായിട്ട് സംഘടിക്കാൻ അല്ലെങ്കിൽ സമ്മേളിക്കാനുള്ള അവകാശമാണ് 19B പറയുന്നത്. അതായത് അസംബിൾ ചെയ്യാനുള്ള അവകാശം, അതായത് അസംബിൾ ചെയ്യാനുള്ള അവകാശം. ആയുധങ്ങൾ ഉണ്ടാകരുത്, സമാധാനപരവുമായിരിക്കണം. അപ്പൊ ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒരു വ്യക്തിക്ക് സമ്മേളിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമാണ് 19B പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 19C വന്നാൽ സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. അതായത് അസോസിയേഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് 19C പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതായത് ഈ 19C ചൂടുപിടിച്ചാണ് സഹകരണ സംഘങ്ങളും ഒക്കെ രൂപപ്പെട്ടത് 19C ബന്ധപ്പെട്ടാണ്. ഇനി 19D വരാം. 19D വരുമ്പോൾ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. ഫ്രീ ടു മൂവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ആണ്. അതാണ് 19D പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 19E പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 19E പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി 19F ഇല്ല. കാരണം 19F ഇല്ലാത്തതിന് കാരണം എന്ന് പറയുന്നത് 19F ഈ പറയുന്ന ആദ്യം, അതായത് മൗലിക അവകാശങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സ്വത്തവകാശം ഉണ്ടായിരുന്നു, പിന്നീട് അത് ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. അപ്പൊ ആ സ്വത്തവകാശം ഉൾപ്പെട്ടിരുന്നത് ഈ പറയുന്ന 19F ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ പിന്നീട് അത് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1978 ഒഴിവാക്കിയ സമയത്ത് അത് മാറി അത് 300A പോയി. അപ്പൊ അതുകൊണ്ട് 19F നിലവിലില്ല, 19G ആണ് പിന്നീടുള്ളത്. അപ്പൊ 19G എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാൻ, ഏത് തൊഴിലെന്ന് പറയുമ്പോൾ മാന്യമായ ഏത് തൊഴിലും ചെയ്ത് ജീവിക്കാനുള്ള അവകാശം നൽകുന്നതാണ്. ആ തൊഴിൽ എന്ന് പറയുന്നത് മാന്യമായ ഏത് തൊഴിലും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 19G പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് ഇപ്പോൾ ഒരാളെ കൊലപ്പെടുത്തിയോ അല്ലെങ്കിൽ കൊള്ള നടത്തിയോ ഒന്നുമല്ല തൊഴിൽ ചെയ്യേണ്ടത്. മാന്യമായിട്ടുള്ള ഏത് തൊഴിലിനെയും പ്രോത്സാഹിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നതാണ് 19G എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ആർട്ടിക്കിൾ 19 അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നമുക്ക് ഇങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി. ഒരാൾക്ക് അയാളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്.
ഈ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാണ്, ഈ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സമാധാനപരമായിട്ട് ആയുധങ്ങളൊന്നുമില്ലാതെ ഒരു സ്ഥലത്ത് സമ്മേളിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരാൾക്ക് അയാളുടെ അഭിപ്രായം പറയണം. അപ്പോൾ അഭിപ്രായം പറയാൻ വേണ്ടി അയാൾ ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കുകയാണ്. അപ്പോൾ സമ്മേളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു അവരൊരു ഒരു സംഘടനയായിട്ട് രൂപപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊരു സംഘടനയായിട്ട് എന്ത് ചെയ്തു, രൂപപ്പെട്ടു. ഇനി ഈ സംഘടനയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലുടനീളം എന്ത് ചെയ്യാണ്, സഞ്ചരിക്കുകയാണ്. അപ്പോൾ സഞ്ചരിച്ചാൽ മാത്രം പോരാ, ഏതെങ്കിലുമൊക്കെ ദിവസം ചിലയിടങ്ങളിൽ എന്ത് ചെയ്യണം, തങ്ങുകയും വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ താമസിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് താമസിച്ചത് മാത്രം പോരാ, താമസിച്ച അവർക്ക് ഫുഡിനും അവിടുത്തെ യാത്രയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് പൈസ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ രീതിയിലൊന്ന് ഒരു കഥ പോലെ ഓർത്തു വെച്ചിരുന്നാൽ മതി മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത് പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ പറയുന്ന മൗലിക സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. പൗരസ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 19 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം റദ്ദാക്കപ്പെടുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എമർജൻസി, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് രാജ്യത്ത് നിന്ന് ആദ്യം റദ്ദാക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 ആണ്. ആ ആർട്ടിക്കിൾ റദ്ദാക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 358. അതായത് 358 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആദ്യം റദ്ദാക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 19 ആണ്. പിന്നീടാണ് ബാക്കിയുള്ള ആർട്ടിക്കിൾ റദ്ദാക്കുന്നത്. അതായത് മറ്റ് ആർട്ടിക്കിൾ റദ്ദാക്കുന്ന ഇത് 359 പ്രകാരമാണ് ബാക്കിയുള്ള ആർട്ടിക്കിളുകൾ റദ്ദാക്കുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ സമയത്ത് ആർട്ടിക്കിൾ 358 പ്രകാരം 19 എന്ന് പറയുന്ന ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, റദ്ദാക്കുന്നുണ്ട്. ആദ്യം 19 റദ്ദാക്കും, പിന്നീട് 359 പ്രകാരം ബാക്കിയുള്ള ആർട്ടിക്കിളുകളും റദ്ദാക്കും. എന്നാൽ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാത്ത ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20ഉം 21ഉം ആണ്. അതിനെപ്പറ്റി നമ്മൾ പറയും. അപ്പൊ ആർട്ടിക്കിൾ 20, 21 ഈ രണ്ട് ആർട്ടിക്കിൾ അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20ഉം 21ഉം. അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ 20ലേക്ക് വരാം. ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത് കുറ്റം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷ എങ്ങനെയാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയും. അതായത് ഒരു കുറ്റം ചെയ്യുന്നു, ആ കുറ്റവുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷ, ആ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 20 കുറ്റവാളിക്ക് ലഭിക്കാവുന്ന 3 തരത്തിലുള്ള പരിരക്ഷയെ പറ്റിയിട്ട് അല്ലെങ്കിൽ 3 തരത്തിലുള്ള സംരക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാള് ഒരു കുറ്റം ചെയ്തു, ആ കുറ്റക്കാരനായിട്ട് കൊണ്ടുവന്നു. അപ്പൊ അയാൾ കുറ്റവാളിയാണ്. അപ്പൊ കുറ്റവാളിയാണ് എന്ന് കരുതി അയാളെ മുന്നേയുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മുന്നേ പ്രാബല്യത്തിൽ ഉണ്ടായിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാൻ പാടില്ല. നിലവിൽ ഏത് നിയമമാണോ ഉള്ളത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷിക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പൊ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ അയാൾക്ക് മുന്നേ അതിനുള്ള, അതായത് പണ്ട് ഉണ്ടായിരുന്ന നിയമം എന്ന് പറയുന്നത് ഇന്ന ശിക്ഷ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ അയാൾ എന്തെങ്കിലും ദേഹോപദ്രവം ചെയ്യുക എന്നായിരുന്നു പണ്ടുള്ള ശിക്ഷ എന്നിരിക്കട്ടെ. ഇത് സാങ്കല്പികമായിട്ട് പറയാണ്. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ അയാൾ ആ തെറ്റ് ചെയ്യുന്നതിന് പണ്ട് കാലത്ത് അവലംബിച്ചു പോന്നിരുന്ന നിയമം എന്ന് പറയുന്നത് അയാൾക്ക് എന്തെങ്കിലും ദേഹോപദ്രവം വരുത്തുക എന്നതായിരുന്നു എന്നിരിക്കട്ടെ. പക്ഷേ ഇപ്പോ ആ നിയമം ഇല്ല, ആ നിയമം പ്രാബല്യത്തിലില്ല, ആ നിയമം കളഞ്ഞു. അങ്ങനെ കളഞ്ഞു എന്ന് കരുതി ഇയാളെ ആ പണ്ടത്തെ നിയമം വെച്ച് ശിക്ഷിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നിലവിൽ ഏത് നിയമമാണോ ഇരിക്കുന്നത്, ഇപ്പൊ അയാൾക്ക് വേറൊരു നിയമമാണ്, അയാൾ ഇന്ന ശിക്ഷ ചെയ്താൽ അതിന് നിയമം വേറെയാണ്. അപ്പൊ ആ നിയമത്തിന്റെ പേരിൽ മാത്രമേ ശിക്ഷിക്കാനായിട്ട് പാടുള്ളൂ. പണ്ട് ചെയ്ത പണ്ട് ദേഹോപദ്രവം ചെയ്യുക എന്നുള്ള ആ നിയമം ഇപ്പം ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ ആ തെറ്റ് ചെയ്തു, ഒരു തവണ അയാളെ ശിക്ഷിച്ചു, ഓക്കെ, ശരിയാണ്. ഈ തെറ്റ് ചെയ്തു എന്ന് കരുതി വീണ്ടും വീണ്ടും 2, 3, 4 തവണ അയാൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് രണ്ടാമത്തെ കേസായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസായിട്ട് പറയുന്നത്, ഇപ്പോൾ ഒരാൾ ഒരു ക്രിമിനൽ കേസിൽ പെട്ടു, അയാൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ പ്രൊസീജിയേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുറ്റവാളിയായ ആ വ്യക്തിയെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അയാൾക്കെതിരെ അയാൾക്കെതിരെ തെളിവുകൾ നൽകുന്നതിൽ പ്രേരിപ്പിക്കാനായിട്ട് പാടില്ല. അതായത് നീ പറയണം, നീ ഏറ്റു പറയണം, നീ കുറ്റം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ നിർബന്ധിക്കാനും ഒന്നും പാടുള്ളതല്ല. അതായത് ഒരു ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകുന്നതിന് നിർബന്ധിക്കാനായിട്ട് പാടുള്ളതല്ല എന്ന് പറയുന്നതാണ് അടുത്തൊരു കാര്യം. ഇത്തരത്തിൽ 3 എണ്ണമായിട്ടാണ് അല്ലെങ്കിൽ 3 നിയമ പരിരക്ഷയാണ് ആർട്ടിക്കിൾ 20 പ്രകാരം ഒരു കുറ്റം ചെയ്ത ആളിന് കിട്ടുന്ന സംരക്ഷണം അല്ലെങ്കിൽ പരിരക്ഷ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും ഈ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല,
റദ്ദാക്കുന്നില്ല. കാരണം ആ സമയത്തും കുറ്റവാളികൾ ഉണ്ടാവുന്നുണ്ട്. ആ കുറ്റവാളികൾക്ക് ഇതേ പരിരക്ഷ എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്തും ലഭിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. അതായത് ആർട്ടിക്കിൾ 20 അടിയന്തരാവസ്ഥ സമയത്തും റദ്ദാക്കുന്നില്ല. ഇനി ആർട്ടിക്കിൾ 21 വരികയാണ്. ആർട്ടിക്കിൾ 21 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം പറഞ്ഞു തരുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ഒരു വ്യക്തിക്ക് ജീവിക്കണം, സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ മാന്യമായിട്ട് ജീവിക്കണം. അപ്പൊ ആ ജീവനും സ്വത്തിനും പരിരക്ഷ നൽകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. കാരണം ഒരു വ്യക്തിയുടെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം നൽകുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൗലിക അവകാശങ്ങളുടെ തന്നെ അടിത്തറ എന്ന് പറയാൻ പറ്റുന്ന ആർട്ടിക്കിൾ ആണ് ഏതെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഇനി പുകവലി നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 21 പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി ആർട്ടിക്കിൾ 21 പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ആലോചിച്ച് വെക്കാം. ഈ ആർട്ടിക്കിൾ 21 ഇന്ത്യയിലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിളും ഏത് തന്നെയാണ്, ആർട്ടിക്കിൾ 21 തന്നെയാണ്. അതായത് സ്വതന്ത്രമായിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് അവന് അവന്റെ ജീവിത പങ്കാളിയെ അവനോ അല്ലെങ്കിൽ അവർക്കോ അവന്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അവകാശം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. സ്വകാര്യത ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 21 മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 21A ആണ്. അതായത് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെങ്കിൽ 86ാമത്തെ അമെൻമെന്റ് പ്രകാരം 2002 നിലവിൽ വന്നതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന സെക്ഷൻ. അപ്പൊ ആർട്ടിക്കിൾ 21A പറയുന്നത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം അതൊരു മൗലിക അവകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് നൽകേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 86ാം ഭരണഘടനാ ഭേദഗതി. അത് ആർട്ടിക്കിൾ 21A പിന്നീട് 2002 ആഡ് ചെയ്യപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇത് വിദ്യാഭ്യാസത്തിന്റെ മൗലികാവകാശവുമാക്കി മാറ്റി, അല്ലെങ്കിൽ വിദ്യാഭ്യാസവും മൗലികാവകാശവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ആർട്ടിക്കിൾ 21A ചൂട് പിടിച്ച് വന്നതാണ് RTE ആക്ട് എന്ന് പറയുന്നത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഓഗസ്റ്റ് 4 ഇംപ്ലിമെന്റ് ചെയ്യുകയും 2010 ഏപ്രിൽ 1 നിലവിൽ വരികയും ചെയ്ത റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് RTE ആക്ട് എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ 21A ചൂട് പിടിച്ച് ജനറേറ്റ് ചെയ്ത് വന്ന ഒരു ആക്ട് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഈ പറയുന്ന RTE ആക്ട് പ്രകാരം വിദ്യാഭ്യാസത്തിന് എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. അത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ഏജുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ എന്താണ്, ആ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നത്, ആ രാഷ്ട്രത്തിന്റെ ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നത് ആരിലൂടെയാണ്, ആ സർക്കാരിലൂടെയാണ്. അതായത് സർക്കാരിന്റെ വിവിധോദ്ധാരണ പദ്ധതികളിലൂടെ അല്ലെങ്കിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ വേണം ഈ പറയുന്ന കുട്ടികളുടെ പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസവും അതിന്റെ ഗുണമേന്മയും ഒക്കെ ഉറപ്പുവരുത്തേണ്ടത് അങ്ങനെയാണ്. അപ്പൊ ആ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുകൾ ഓരോരോ പദ്ധതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ എന്നൊക്കെ നമുക്കറിയാം. SSA സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം തന്നെ സർവരും പഠിക്കുക സർവരും വളരുക എന്നുള്ളതാണ്. സർവരും പഠിക്കുക സർവരും വളരുക, എല്ലാവരും പഠിക്കുക എല്ലാവരും വളരുക എന്നുള്ളതാണ് ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഉണ്ടായത് തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾ 21A ചൂട് പിടിച്ചാണ് ഉണ്ടായത്. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണെങ്കിലും പിന്നീട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ആരംഭിച്ച വിവിധോദ്ധാരണ പദ്ധതികളാണെങ്കിലും ഒക്കെ തന്നെ ഈ പറയുന്ന ആർട്ടിക്കിൾ 21A ചൂട് പിടിച്ച് വന്നതാണ്. അത് 2002 അമെൻമെന്റ് 86ാമത്തെ അമെൻമെന്റ് പ്രകാരം വന്നതാണ് ഈ പറയുന്ന 21A എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ആർട്ടിക്കിൾ 20, 21 തുടങ്ങിയ ആർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല, റദ്ദാക്കപ്പെടുന്നില്ല. അപ്പൊ റദ്ദാക്കപ്പെടാത്ത ആർട്ടിക്കിളാണ്. അടിയന്തരാവസ്ഥ സമയത്ത് പോലും ആർട്ടിക്കിൾ 20ഉം 21ഉം എന്ത് ചെയ്യപ്പെടുന്നില്ല, റദ്ദാക്കപ്പെടുന്നില്ല, അവ നിലനിൽക്കും. ഈ പറയുന്ന ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 14 എന്ന് പറയുമ്പോൾ എന്താണ്, ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് നമ്മൾ പറഞ്ഞതാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞതാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്.
ഈ 3 ആർട്ടിക്കിളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14, 19, 21 എന്ന് പറയുന്നത്. ഗോൾഡൻ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അതല്ലേ, ത്രികോണം എന്ന് പറയുമ്പോൾ മൂന്ന് കോർണേഴ്സ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ 14, 19, 21 ആർട്ടിക്കിൾസുകളെ ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ്ണ ത്രികോണം അഥവാ ഗോൾഡൻ ട്രയാങ്കിൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തത് ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ അവസാനത്തെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 22 എന്ന് പറയുന്നത് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 22. അതായത് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തടങ്കലിൽ വെക്കുന്നു അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ആർട്ടിക്കിൾ 22 പറയുന്നത്. ഇതും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ്. അപ്പൊ ആർട്ടിക്കിൾ 22 പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ അറസ്റ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു കുറ്റം ആരോപിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ എന്ത് ചെയ്യണം, ഹാജരാക്കി ഇരിക്കണം എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അത് ആർട്ടിക്കിൾ 22 ഉറപ്പുവരുത്തുന്നുണ്ട്. അതായത് ഒരാളെ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിൽ വെക്കുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം, ആ ഒരു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരിക്കണം. അത് ഒന്ന്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ആർട്ടിക്കിൾ 22 തന്നെയാണ് പറയുന്നത്. എന്താണ് കരുതൽ തടങ്കലിൽ പ്രസ്താവിക്കുന്ന കാര്യം എന്ന് പറയുന്നത്? ഈ കരുതൽ തടങ്കൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വരികയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരു യുദ്ധമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീകര അന്തരീക്ഷമോ സൃഷ്ടിക്കുന്ന ഒരു സംഭവം വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രശ്നം സൃഷ്ടിക്കാൻ കാരണമാകുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ആ വ്യക്തിയെ എന്ത് ചെയ്യും, അതിന് മുന്നേ തന്നെ അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കുന്ന ഒരു രീതിയാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഒരിടത്ത് പൊട്ടിപ്പുറപ്പെടുകയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ഈ ഒരു വ്യക്തി കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ഈ വ്യക്തിയെ പരിരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ വ്യക്തി കാരണം പ്രശ്നം രൂക്ഷമാകരുത് എന്നുള്ള, അല്ലെങ്കിൽ ഈ സമരം രൂക്ഷമാകരുത് എന്നൊക്കെ ഉള്ളൊരു കാരണം കൊണ്ട് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ വെക്കാറുണ്ട്. അതാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ കരുതൽ തടങ്കലിനെ പറ്റിയിട്ട് ആർട്ടിക്കിൾ 22 പറയുന്നുണ്ട്. ഒരു വ്യക്തിയെ നമുക്ക് കരുതൽ തടങ്കലിൽ വെക്കാം, വിചാരണ കൂടാതെ എത്ര കാലം വരെ വേണമെങ്കിലും എന്ത് ചെയ്യാം, കരുതൽ തടങ്കലിൽ വെക്കാം എന്ന് പറയാൻ പറ്റില്ല, അല്ലെ? ഒരു വ്യക്തിയെ നമുക്ക് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകും എന്ന് കരുതി ഒരു വ്യക്തിയെ നമുക്ക് കരുതൽ തടങ്കലിൽ വെക്കാം. അപ്പോൾ കരുതൽ തടങ്കലിൽ വെക്കാന്ന് കരുതി നമുക്കിങ്ങനെ ആജീവനാന്തം അയാളെ എന്ത് ചെയ്യാൻ പാടില്ല, കരുതൽ തടങ്കലിൽ വെക്കാനായിട്ട് പാടില്ല. 3 മാസം മാത്രമേ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കരുതൽ തടങ്കലിൽ വെക്കാനായിട്ട് പാടുള്ളൂ. 3 മാസം ഒരു വ്യക്തിയെ കരുതൽ തടങ്കലിൽ എന്ത് ചെയ്യാം, വെക്കാം. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എന്ന് പറയുന്നത് AK ഗോപാലനാണ്. അപ്പൊ AKG അഥവാ AK ഗോപാലനാണ് ആദ്യമായിട്ട് കരുതൽ തടങ്കലിൽ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ വെക്കപ്പെട്ട ആദ്യ വ്യക്തി എന്ന് പറയുന്നത് AK ഗോപാലനാണ്. അപ്പൊ ഇദ്ദേഹത്തെ പോലും 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, കരുതൽ തടങ്കലിൽ വെക്കാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ആർട്ടിക്കിൾ 22. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19, 20, 21, 22 വരുന്ന ആർട്ടിക്കിൾ 4 എണ്ണമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഇനി സ, സ്വ, ചു, ബ, സാംബ ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അതിൽ ചു ആണ് ഇനി വരുന്നത്. അപ്പൊ ചു എന്ന് പറയുന്നത് എന്താണ്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. അത് ആർട്ടിക്കിൾ എവിടെ മുതൽ എവിടെ വരെയാണ്? 24, 23, 24 രണ്ട് ആർട്ടിക്കിളുകളേ ഉള്ളൂ. ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം പറഞ്ഞു തരുന്ന 2 ആർട്ടിക്കിൾ 23, 24. അപ്പൊ നമുക്ക് ചൂഷണത്തിനെതിരായിട്ടുള്ള ആർട്ടിക്കിൾസുകളെ പറ്റി നോക്കാം. അപ്പം ചൂഷണം എന്ന് പറയുമ്പോൾ ചൂഷണം നിരോധിക്കണം. അപ്പൊ ചൂഷണം നിരോധിക്കുന്നതിനും അന്തസ്സായിട്ട് ഓരോ വ്യക്തിക്കും ജീവിതം നയിക്കാനും പ്രാപ്തി കൊടുക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23ഉം 24ഉം, അതായത് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. അതായത് ആർട്ടിക്കിൾ 23 പറയുന്നത് ഒരു വ്യക്തിയെ ചൂഷണം ചെയ്യുക, അയാളെ അടിമ ആയിട്ട് വെക്കുക. അതായത് അടിമത്വം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. അടിമ ജന്മി കുടിയാൻ വ്യവസ്ഥയിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ അടിമത്വം എന്ന് പറയുന്നത്. അപ്പൊ അടിമത്വം ഇല്ലായ്മ ചെയ്യുക. മനുഷ്യക്കടത്ത്, മനുഷ്യരെ തന്നെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കടത്തുന്നത് മനുഷ്യക്കടത്ത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. മനുഷ്യക്കടത്ത്, അടിമത്വം, നിർബന്ധിച്ച് ഒരാളെ ചൂഷണം ചെയ്ത് തൊഴിലെടുപ്പിക്കുന്നത്, ഇതൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്.
ഇനി ആർട്ടിക്കിൾ 24ലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്, അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ചതാണ്, മൗലിക അവകാശങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോഴേ പറഞ്ഞു അബ്സല്യൂട്ട് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 17ഉം 24ഉം ആണെന്ന് പറഞ്ഞു. അതിനകത്ത് 24 എന്ന് പറയുന്നത് ബാലവേല നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 24 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ചെയ്യുന്ന ആക്ട് ആണ്, അല്ലെങ്കിൽ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 24 എന്ന് പറയുന്നത്. അതായത് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അപ്പോൾ ഈ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ ജോലി എടുപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഖനികൾ, അത്തരത്തിൽ ഭീകരമായിട്ടുള്ള അന്തരീക്ഷങ്ങൾ, കൽക്കരി ഖനി പോലുള്ള ഖനികൾ, കുഴലുകൾ, അങ്ങനെ വലിയ തരത്തിലുള്ള കുഴലുകൾ, ടാങ്കർ ഏരിയാസുകൾ, അത്തരത്തിലുള്ള ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഫാക്ടറി എൻവയോൺമെന്റ്, തീപ്പെട്ടി ഫാക്ടറികൾ, അത്തരത്തിലുള്ള ഫാക്ടറി എൻവയോൺമെന്റിലൊക്കെ കുട്ടികളെ, ഈ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് നിർബന്ധിതമായി ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്നതാണ് ഈ പറയുന്ന ബാലവേല നിരോധനം എന്ന് പറയുന്നത്. 1986 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ വന്നു. അതായത് 1986 ബാലവേല എന്ത് ചെയ്തു, നിയമം മൂലം നിരോധിക്കപ്പെട്ട ഒന്നാണ് 1986. എങ്കിലും ഇപ്പോഴും ഈ പറയുന്ന ബാലവേല നടക്കുന്നുണ്ട്, ചൈൽഡ് ലേബർ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം എന്ന് പറയുന്നത് ജൂൺ 12. ഓക്കെ, വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നത് എന്നാണ്, ജൂൺ 12. ഇനി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മയുള്ള ഒരു മുദ്രയ്ക്ക് പറയുന്ന പേരാണ് റഗ്മാർക്ക് എന്ന് പറയുന്നത്. റഗ്മാർക്ക്, അതായത് എന്താണ് റഗ്മാർക്ക്? ബാലവേല ചെയ്ത്, ഒരു കുട്ടി ബാലവേല ചെയ്ത് ഉണ്ടാക്കിയ ഉൽപ്പന്നം അല്ല, അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഉണ്ടാക്കിയ സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് മുദ്രണം ചെയ്തിരിക്കുന്ന ആ മാർക്കിന് പറയുന്ന പേരാണ് റഗ്മാർക്ക് എന്ന് പറയുന്നത്. കാരണം കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചല്ല ആ വസ്തു നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള മാർക്കാണ്, മുദ്രണമാണ് റഗ്മാർക്ക് മുദ്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റഗ്മാർക്ക് മുദ്രണത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു മുദ്ര വരണം എന്നുള്ള ഒരു ആശയത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് കൈലാസ് സത്യാർത്ഥിയാണ്. ഓക്കെ, റഗ്മാർക്ക് എന്ന് പറയുന്നത്, റഗ്മാർക്കിന്റെ ആശയം കൊണ്ടുവന്നത് കൈലാസ് സത്യാർത്ഥിയാണ്. ഇപ്പൊ ഇത് അറിയപ്പെടുന്നത്, അതായത് ഇപ്പൊ റഗ്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. ഗുഡ് വീവ്, അതായത് ആദ്യം റഗ്മാർക്ക് ആയിരുന്നു, കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു ആശയത്തിന് പറഞ്ഞിരുന്ന പേര് റഗ്മാർക്ക് എന്നാണ്. അത് കൊണ്ടുവന്നത് കൈലാസ് സത്യാർത്ഥിയാണ്, ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഇപ്പൊ റഗ്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്.